Good morning. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? നമ്മൾ എവിടെ വരെ ഓക്കെ കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, ഫോളോ ചെയ്ത് പോരുന്നില്ല എല്ലാവരും? കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാർമസിയുടെ നമ്മൾ എവിടെ വരെയായിരുന്നു ആ പോയിന്റ്സ് നമ്മൾ പറഞ്ഞല്ലേ? മെഡിക്കേഷൻ പ്രൊസീജിയർ അല്ലേ? അതിന്റെ പേഷ്യൻസിന് മെഡിക്കേഷൻ കൊടുക്കുന്നു, അവിടെ വരെയല്ലേ പറഞ്ഞത്? ആ പോയിന്റ് വരെയല്ലേ? ഗീവ് ദ മെഡിക്കേഷൻ ടു ദ പേഷ്യൻസിന്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ നേഴ്സസ് ആ ഓരോ ഫ്ലോറിലും ഉത്തരവാദിത്തപ്പെട്ട ആ നേഴ്സ് എന്ത് ചെയ്യുന്നു? മെഡിക്കേഷൻസ്, മരുന്നുകള് പേഷ്യൻസിന് കൊടുക്കുന്നു. നെക്സ്റ്റ് നോക്കി, ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS. ചെക്ക് അവിടെ നമ്മൾ ഇന്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി ഓഫ് കേസ് റെക്കോർഡാണ്. കേസ് റെക്കോർഡിന്റെ കോപ്പി പേഷ്യൻസിന് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ നേഴ്സ് എന്ത് ചെയ്യണം? ഒന്നുകൂടി ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. ഈ കാര്യങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇന്റന്റ് കൊടുക്കാനായിട്ട്. അതായത് കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇന്റന്റ് എന്ന് പറയുന്നത്. ഇന്റന്റ് അത് കോപ്പി ഓഫ് കേസ് റെക്കോർഡ്. കേസ് റെക്കോർഡിന്റെ ഒരു കോപ്പിയാണ് ഇന്റന്റ്. അത് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് നേഴ്സ് ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പരിശോധിക്കണം, ചെക്ക് ചെയ്യണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? പേഷ്യന്റ് ID നമ്പർ കറക്റ്റ് അല്ലേ? പേഷ്യന്റിന്റെ ID നമ്പർ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. പേഷ്യന്റിന്റെ ബെഡ് നമ്പർ ചെക്ക് ചെയ്യണം. പേഷ്യന്റ് നെയിം വിത്ത് ഇനിഷ്യൽ ഉൾപ്പെടെ പേഷ്യന്റിന്റെ കറക്റ്റ് പേര് തന്നെയല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഡോസ് ആൻഡ് ഡോസേജ് ഫ്രം റിട്ടേൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ. ആ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുള്ള ഡോസ് അല്ലെങ്കിൽ ഡോസേജ് കറക്റ്റ് ഡോസിൽ ഉള്ള മരുന്നുകളൊക്കെ അതൊക്കെ തന്നെയല്ലേ എന്നുള്ളത് ആ പ്രിസ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഡോസേജ് ഒക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്. അത് സ്റ്റോർ ചെയ്യുന്നത് പിന്നെ മുൻകൂട്ടി നമ്മൾ പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ മുൻകൂട്ടി നമ്മൾ അത് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ മരുന്നുകൾ സൂക്ഷിക്കണം. പേജ് നമ്പർ എത്രയാ? ഒന്ന് ഷെയർ ചെയ്തേ നിങ്ങൾ ആരെങ്കിലും. 9. സെക്കൻഡ് മൊഡ്യൂളിലെ നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ ആട്ടോ, ഫാർമസി. സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്. അതായത് ആ എന്താണ് പേഷ്യന്റിന്റെ ക്യാബിനറ്റില് ആ മെഡിസിൻസ് അഡ്വാൻസ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ, ഒത്തിരി ബാലൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ, ഇന്റന്റ് റിസീവ് ചെയ്ത പേപ്പർ അതും കൂടി നോക്കണം. ഇത്രയും കാര്യങ്ങള് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് HIS ആണോ? HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് ആ കമ്പ്യൂട്ടറിലൊക്കെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കമ്പ്യൂട്ടറിൽ നിന്ന് പേഷ്യൻസിന് നമ്മൾ ആ ഇന്റന്റ് കൊടുക്കൂലേ, ആ കൊടുക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അത് അതുപോലെ തന്നെ പോയിന്റ്സ് ഒന്ന് ടിക്കിട്ട് വെച്ചോളെ. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് പേഷ്യൻസിന് ഇന്റന്റ് കൊടുക്കുന്നതിന് മുന്നേ, ഇന്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പി ഓഫ് കേസ് റെക്കോർഡ്. ആ കോപ്പി അതെന്തിനു വേണ്ടിയിട്ടാ? കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിന് ആ കോപ്പി, കേസ് റെക്കോർഡിന്റെ കോപ്പി കൊടുക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്തതിനു ശേഷം വേണം ആ കോപ്പി കൊടുക്കാനായിട്ട്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ID നമ്പർ കറക്റ്റ് അല്ലേ? പേഷ്യന്റിന്റെ ബെഡ് നമ്പർ കറക്റ്റ് അല്ലേ? പേഷ്യന്റിന്റെ പേര് കറക്റ്റ് തന്നെയല്ലേ? ആ പ്രിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ഡോസേജ് കറക്റ്റ് തന്നെയല്ലേ? പിന്നെ മെഡിസിൻസ് പേഷ്യൻസിന്റെ ക്യാബിനറ്റിൽ മുൻകൂട്ടി അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ അത് നോക്കണം. ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ. ഈ കാര്യങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ പോയിന്റ്സുകള്. ഇനി അടുത്തത് ഫിനാൻസ് ആണ്. ഹോസ്പിറ്റലിലേക്കുള്ള ഫിനാൻസ്, സാമ്പത്തികം
എവിടെ നിന്നാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന പൈസ അല്ലെങ്കിൽ ഫിനാൻസിന്റെ സോഴ്സ്? മെയിൻ ആയിട്ട് എവിടെ നിന്നാ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പൈസ എവിടെ നിന്ന് കിട്ടുന്നതാ? മെയിൻ ആയിട്ട് പേഷ്യൻസ് അല്ലെ. നമ്മൾ പേഷ്യൻസ് വെറുതെ ഫ്രീ സർവീസ് ഒന്നും അല്ലല്ലോ അല്ലെ. നമ്മൾ ചെന്ന് നമ്മൾ ഓരോന്നിനും അവര് നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ റേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും ഇല്ലേ. അപ്പൊ അത് തന്നെയാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി സോഴ്സ് ചാർജ് കോഡ് ഫ്രം ദ പേഷ്യന്റ്. അത് അങ്ങനെ തന്നെയാണ് അണ്ടർലൈൻ ചെയ്ത് ചെയ്യുക കേട്ടോ. ഹോസ്പിറ്റലിലേക്കുള്ള ഫിനാൻസിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള പ്രാഥമിക ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഏതാ? ചാർജ് കോഡ് ഫ്രം ദ പേഷ്യൻസ്. പേഷ്യൻസിൽ നിന്നും ഈടാക്കുന്ന ചാർജ്. ചാർജ് കോഡ് ഫ്രം ദ പേഷ്യന്റ്. ഓക്കെ, പേഷ്യൻസിൽ നിന്ന് ഈടാക്കുന്ന ചാർജ്, അതാണ് പ്രൈമറി സോഴ്സ്. കിട്ടിയ പ്രൈമറി സോഴ്സ് ഏതാ? ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻസ് അതിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ഉറവിടം ഏതാണ്? ചാർജ് കോഡ് ഫ്രം ദ പേഷ്യന്റ്. പേഷ്യന്റിൽ നിന്നും ഈടാക്കുന്ന പൈസ തന്നെ. രണ്ടാമത് നോക്കിയേ, ചാർജസ് കോഡ് ബൈ ദ പേഷ്യൻസ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ഓർ പെയ്ഡ് ബൈ ഹിംസെൽഫ് ഓർ ഫ്രം ദ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇല്ലേ, അതൊക്കെ. അപ്പൊ ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ അവർ ഡയറക്റ്റ് ക്യാഷ് അടയ്ക്കുക അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ? ചാർജ് കോഡ് ബൈ ദ പേഷ്യൻസ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ്. ഒന്നില്ലെങ്കിൽ അവർ തന്നെ ഫുള്ള് പേയ്മെന്റ് അടയ്ക്കും, അല്ലെങ്കിൽ എവിടെ നിന്നാണ്? ഓർ ഫ്രം ദ തേർഡ് പാർട്ടി. അതായത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് അത് അഫോർഡ് ചെയ്തോളും. ഇൻഷുറൻസ് കമ്പനികൾ ആ ക്യാഷ് അഫോർഡ് ചെയ്തോളും അല്ലെ. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഓർ ഇൻഷുറൻസ് വഴി അങ്ങനെ നമുക്ക് ആ പേയ്മെന്റ് നടക്കുന്നത്. ഈ ഹോസ്പിറ്റലിലേക്കുള്ള ഫിനാൻസ് അല്ലെങ്കിൽ പേഷ്യൻസ് ഡയറക്റ്റ് അടയ്ക്കുന്നു, അല്ലെങ്കിൽ ആര് വഴി? ഇൻഷുറൻസ് വഴി. ആ രീതിയിൽ പേയ്മെന്റ് നടന്നു പോകുന്നു. പിന്നെ അടുത്തത് നോക്കിയത് റിസർച്ച് വർക്ക്. റിസർച്ച് വർക്കിന്റെ ഗവേഷണ ഇതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്നും എന്തുണ്ട്? ഒരു സോഴ്സ് ഉണ്ട്. ഈ ഫിനാൻസിന്റെ ഒരു സോഴ്സ് ആണ് റിസർച്ച് വർക്ക്. ഇൻവെസ്റ്റ്മെന്റ്, എൻഡോൺമെന്റ് ഫണ്ട്. എൻഡോൺമെന്റ് ഫണ്ടുകളില്ലേ, അത് ഫണ്ടുകൾ ഉണ്ടാവും ഹോസ്പിറ്റലിലേക്ക് അല്ലെ. അവിടെ കൊടുത്തിട്ടുണ്ട്, എൻഡോൺമെന്റ് ഫണ്ട്സ് ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ദ ഡൊണേഷൻ. ഡൊണേഷൻ കൊടുക്കാം അല്ലെ. പിന്നെ വലിയ ക്യാഷുകാരൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഒരു ഡൊണേഷൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ത്രൂ ഡൊണേഷൻ ദ ഫണ്ട്സ് ഹാവ് എ സ്പെസിഫിക് പോളിസി ദാറ്റ് കൺസേൺ ഇൻവെസ്റ്റ്മെന്റ്, വിത്ഡ്രോവൽ ആൻഡ് യൂസേജ് ഓഫ് ദ ഫണ്ട്. ഈ ഫണ്ടിന്റെ പ്രത്യേകം അത് ഡൊണേഷൻ നമ്മള് എൻഡോൺമെന്റ് ഫണ്ട് എങ്ങനെയാണ്? ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ദ ഡൊണേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. ഡൊണേഷൻ വഴി കിട്ടുന്നതാണ്. അടുത്ത ഗിഫ്റ്റ് കോൺട്രിബ്യൂഷൻ ഒക്കെ അടുത്ത പോയിന്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇത് മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്തേല് എൻഡോൺമെന്റ് ഫണ്ടുകള്, ഇൻവെസ്റ്റഡ് എൻഡോൺമെന്റ് ഫണ്ടുകള്. എൻഡോൺമെന്റ് ഫണ്ട്സ് ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ദ ഡൊണേഷൻ. ഡൊണേഷൻ വഴി കിട്ടുന്ന ഫണ്ടുകള്. ഹോസ്പിറ്റലില് ഡൊണേഷൻ ഒക്കെ എങ്ങനെ കിട്ടുക? എങ്ങനെയാ ഡൊണേഷൻ ഒക്കെ? ഡൊണേഷൻ ഒക്കെ ഏത് രീതിയിലുള്ള ഡൊണേഷൻ? അങ്ങനെ ഒരു ഫണ്ട് കിട്ടും ഹോസ്പിറ്റലിന്. ബെഡ്സ്, പിന്നെ വീൽ ചെയേഴ്സ്. അപ്പൊ ഓരോ എക്യുപ്മെന്റ്സ്, സ്ട്രക്ചർ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിന് ഒക്കെ വേണ്ടിയിട്ട് ഒരു ഡൊണേഷൻ ആയിട്ട് നമുക്ക് ആ ഒരു ഫണ്ടുകള്, എൻഡോൺമെന്റ് ഫണ്ടുകള്, ഓരോ പാർട്ടീസ് കൊടുക്കുന്ന ഫണ്ടുകള് അതുവഴി അങ്ങനെ നമുക്ക് ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നുണ്ട്. ഈ ഫണ്ട് എങ്ങനെയാ? അത് ഫണ്ടിന് പ്രത്യേക പോളിസികൾ ഉണ്ട്. ദാറ്റ് കൺസേൺ ഇൻവെസ്റ്റ്മെന്റ്, വിത്ഡ്രോവൽ ആൻഡ് യൂസേജ് ഓഫ് ദ ഫണ്ട്. ആ ഫണ്ടിന്റെ ഉപയോഗത്തിനും അത് വിത്ഡ്രോ ചെയ്യുന്നതിനും അത് ചെലവാക്കുന്നതിനും സംബന്ധിച്ച് പ്രത്യേക പോളിസികൾ ഉണ്ട്. നമ്മൾക്ക് അങ്ങനെ എൻഡോൺമെന്റ് ഫണ്ടുകള് ഓരോ ആളുകളും ഇങ്ങനെ കൊടുക്കുന്നില്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി മാത്രം ചെലവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതായിരിക്കും. അതാ പറഞ്ഞേക്കുന്നത്. ആ ഫണ്ട് ഉപയോഗിക്കുന്നത് ചാരിറ്റി, അതായത് നമ്മൾ എന്താണ് ആ ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിന് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തേക്കണ ഫണ്ടായിരിക്കും. അപ്പൊ അതിന് മാത്രമേ പേജ് നമ്പർ 9 ആട്ടോ പാർവതി.
അപ്പൊ അതിന് വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ഏതാണ്, ദ ഫണ്ട് ഹാവ് സ്പെസിഫിക് പോളിസി ദാറ്റ് കൺസേൺ ദ ഇൻവെസ്റ്റ്മെന്റ്, വിത്ഡ്രോവൽ, യൂസേജ് ഓഫ് ഫണ്ട്. ഇത് അതിന്റെ ഫണ്ടിന്റെ ഉപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പോളിസികളുണ്ട്. പിന്നെ അടുത്തത് ഏതാണ്, ഒരു വഴി ഹോസ്പിറ്റലിലെ ഫിനാൻസിന്റെ മറ്റൊരു വഴി ഏതാ, ഗിഫ്റ്റുകൾ കൊടുക്കാം, കോൺട്രിബ്യൂഷൻ സംഭാവനകൾ കൊടുക്കാം, ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസ്. അല്ലെ, എനിക്ക് കുറെ പൈസ ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ കുറച്ച് എമൗണ്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെ, ഇതൊരു സർവീസ് അല്ലേ ഹോസ്പിറ്റൽ നൽകുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താ, കുറച്ച് ആളുകൾക്കൊക്കെ ആ ഒരു അതിന്റെ നമ്മളെ പേഷ്യൻസിന് അതിന് ബെനിഫിറ്റ് ആണല്ലോ. എനിക്ക് ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ എന്റെ ആ ഒരു ഞാൻ നിൽക്കുന്ന ആ ഒരു എന്താ ഒരു ഏരിയയിൽ ഒരു ഹോസ്പിറ്റൽ വേണമെന്ന് എനിക്ക് ആഗ്രഹിക്കാൻ വേണമെങ്കിൽ, അല്ലേ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ കുറച്ച് എമൗണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, പൈസ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻസ്, ഇതുപോലെ പല സ്ഥാപനങ്ങളും സംഭാവനകളായിട്ട് കൊടുക്കാം, അല്ലേ, ടുവേഴ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസ്. ഗിഫ്റ്റ്, കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസ്. പൊതുപ്രവർത്തന ചെലവുകൾക്കായിട്ടുള്ള ഗിഫ്റ്റുകളായിട്ടും കോൺട്രിബ്യൂഷൻസ് ആയിട്ടും കൊടുക്കാം. അപ്പൊ എത്രയുണ്ട്, 5 പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫിനാൻസ് ഏതൊക്കെയാണ്, ഫസ്റ്റത്തെ എന്താ പറയുന്നത്, നമ്മള് പേഷ്യൻസിൽ നിന്നും ഈടാക്കുന്ന ചാർജ്, അതാണ് പ്രൈമറി സോഴ്സ്. ആ പ്രൈമറി സോഴ്സ് ഏതാന്നുള്ളത് കൂടി നോട്ട് ചെയ്തോ. ഫിനാൻസിനുള്ള ഹോസ്പിറ്റലിലെ ഫിനാൻസിനുള്ള പ്രൈമറി സോഴ്സ് ഏതാണ്, ചാർജ് ഗോഡ് ഫ്രം ദ പേഷ്യന്റ്. ഇനി ആ രണ്ടാമത്തെ പോയിന്റിൽ പേഷ്യന്റിൽ നിന്ന് ഡയറക്റ്റ് പേഷ്യന്റ് അടയ്ക്കുന്ന പൈസകളാകാം, അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനികള്, ഇൻഷുറൻസ് ഉള്ളവരാണ് ഇൻഷുറൻസ് കമ്പനികൾ, തേർഡ് പാർട്ടി, അവര് അടയ്ക്കുന്ന ഇതായി ആവാം. പിന്നെ റിസർച്ച് വർക്ക്, പിന്നെ അടുത്ത ഇൻവെസ്റ്റേഡ് എൻഡോൺമെന്റ് ഫണ്ടുകൾ വഴിയാകാം. അടുത്തത് ഗിഫ്റ്റ് ഓർ കോൺട്രിബ്യൂഷൻസ്. അത്രയും ജസ്റ്റ് ഇത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്. ഇതും ടിക്കറ്റ് വെച്ചോട്ടോ. എന്തൊക്കെയാണ് ഒരു ഫാർമസി സർവീസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് പിൽഫറേജ്. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ എന്താ, മോഷണം, അല്ലെ. കുറച്ച് മെഡിസിൻസ് ഒക്കെ വേണമെങ്കിൽ മോഷണം പോകാം. നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ചെയ്യുമ്പോൾ, ആദ്യം നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ വേണമെങ്കിൽ തന്നെയാണെങ്കിലും വേണമെങ്കിൽ കുറച്ച് മരുന്നുകൾ വേണമെങ്കിൽ ഇതാക്കി ആകാം. അല്ലെങ്കിൽ വേറെ പുറമേ നിന്നുള്ള ആളുകളോ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്തൊക്കെ ബൾക്കായിട്ടല്ല വരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് വേണമെങ്കിൽ മോഷ്ടിക്കാം. ഏത് രീതിയിലാണെങ്കിലും പിൽഫറേജ്, അത് ഫാർമസി സർവീസ് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇത് പിൽഫറേജ്, മോഷണം. അടുത്ത രണ്ടാമത് നോക്കിയ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിപണിയിൽ നിരോധിച്ച മരുന്നുകൾ ആണ്. അതായത് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മരുന്നുകളാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. നമ്മൾ നിരോധിച്ച മരുന്നുകളാണ്. ഓക്കെ, വിപണിയില് നിരോധിച്ച മരുന്നുകളാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. അത് അങ്ങനെ തന്നെ നോട്ട് ചെയ്യാട്ടോ. എക്സ്പയറി ഡ്രഗ്സും ആയിട്ട് മാറിപ്പോയത്. അതുകൊണ്ടാണ് അവിടെ തന്നെ എഴുതി വെക്കുക, നമ്മുടെ വിപണിയില് നിരോധിച്ച മരുന്നുകളാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് അതായത് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്ത മരുന്ന്, ആ ലിസ്റ്റിൽ ഇല്ല, മരുന്നുകളുടെ ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നുകൾ, ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്ത മരുന്നുകളാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. അടുത്ത് നോക്കിയാൽ ക്യാരിയിങ് കോസ്റ്റ്, അല്ലെ. അത് കൊണ്ടുവരുമ്പോൾ, ക്യാരി ചെയ്യുമ്പോഴുണ്ടാകുന്ന ചെലവ്, അല്ലെ. അത് ഇത്രയും മരുന്നുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുമോ, ഇതൊക്കെ ചെയ്യുമ്പോൾ അത് കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന ചെലവുകളൊക്കെ, അത് ഒരു പ്രശ്നമാണ്. പിന്നെ അടുത്ത് നോക്കിയേ, ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. ഇൻസെക്ട്സോ അല്ലെങ്കിൽ എലിശല്യൊക്കെ മൂലം ചിലപ്പോൾ മരുന്നുകൾ നഷ്ടം സംഭവിക്കാം, അല്ലെ. അത് മൂലം കാലഹരണപ്പെട്ട മരുന്നുകൾ നശിച്ചു പോയിട്ടുള്ളത്, അല്ലെ. ചിലപ്പോ പ്രാണികള്, ഇൻസെക്ട്സ്, അത് ചിലപ്പോ സ്റ്റോർ റൂമിൽ വല്ല എലി കയറി കഴിഞ്ഞാൽ കുറച്ച് മരുന്നൊക്കെ വേണമെങ്കിലൊക്കെ, അല്ലെ, അവര് കയറി വല്ല ഇത് നശിപ്പിച്ച് വേണമെങ്കിൽ കളയാം. അങ്ങനെയൊക്കെ ഇതാണ് ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. ഇൻസെക്ട്സോ റാറ്റ്സോ വഴി, കോക്രോച്ച് ഇല്ലാത്തത് എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം പ്രാണികളോ എലികളോ ഇതൊക്കെ മൂലം കാലഹരണം പെട്ടുപോയ മരുന്നുകൾ. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ.
അത് സ്റ്റോർ റൂമില് എല്ലാതും കൂടി ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് അടയിൽ ശല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രാണികളൊക്കെ കയറി അല്ലേ കയറിയൊക്കെ അത് നശിപ്പിച്ച് ചിലപ്പോൾ കളയാം, അങ്ങനെ നഷ്ടം വരാം. പിന്നെ അടുത്തതാണ് എക്സ്പയറി ഡ്രഗ്സ്. എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഡേറ്റ് കഴിഞ്ഞ് അല്ലേ, ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ നമ്മൾ ഇത്ര ദിവസം വരെ എക്സ്പയറി ഉള്ളൂ. എല്ലാ മെഡിസിൻസ് മാത്രമല്ല, എല്ലാ സാധനങ്ങളും വാങ്ങുമ്പോൾ നമ്മൾ നോക്കാറില്ല അതിന്റെ എക്സ്പയറി ഡേറ്റ് അല്ലേ. അത് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാവും. മാക്സിമം അത്രയും ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാത്തിനും ഉണ്ടാവും. മരുന്നുകളും നമ്മൾ വാങ്ങുമ്പോൾ നോക്കൂലേ ഡേറ്റ് കഴിഞ്ഞാണോ, കുറച്ച് നാളായി മേടിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കും അല്ലെ, എക്സ്പയറി കഴിഞ്ഞോ നോക്കും. അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതും ഒരു ഇതാണ്. ഇപ്പൊ ഫാർമസിയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്നില്ലേ, അപ്പൊ ചില മരുന്നുകളൊക്കെ ചെലവുകൾ ഇല്ലാതെ വരികയൊക്കെ ആണെങ്കിലും അത് ഇരുന്നിരുന്ന് ചിലപ്പോ അതിന്റെ എക്സ്പയറി കഴിയാം, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല, പിന്നെ നമുക്കത് നശിപ്പിച്ച് കളയാനേ പറ്റുള്ളൂ, ഡിസ്പോസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതൊരു പ്രശ്നമാണ് അങ്ങനെ വരുമ്പോ. പിന്നെ അടുത്താണ് ഷോർട്ടേജ് കോസ്റ്റ്. ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നിർദ്ദിഷ്ട മരുന്നുകളുടെ ലഭ്യതക്കുറവ്, കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റ്. അത് എന്താ, ക്യാഷ് ഷോർട്ടേജ് വരാം, അല്ലെങ്കിൽ നമുക്ക് നിർദ്ദിഷ്ട മരുന്നുകളില്ല അതിന് ഷോർട്ടേജ് വരാം. ചിലപ്പോ മരുന്നുകളുടെ ഷോർട്ടേജ് അല്ലെങ്കിൽ പരിമിതമായിട്ടുള്ള വിതരണത്തിൽ നിന്നുണ്ടാകുന്ന ചിലപ്പോ ചിലവ് കൂടുതല്, അങ്ങനെയുള്ള നഷ്ടങ്ങള്, ഷോർട്ടേജ് കോസ്റ്റുകള്, ഷോർട്ടേജ് ആയിട്ട് വരുന്ന ചെലവ്, അങ്ങനെയുള്ള കോസ്റ്റ്. ഇതെല്ലാം ഫാർമസി സർവീസ് നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇത് മിക്കവാറും തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രോബ്ലം എന്തൊക്കെയാണ് ഫാർമസി? പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചോണ്ടോവില്ലേ ചില ആളുകളൊക്കെ. ചിലപ്പോ ആണെങ്കിൽ കുറെ മരുന്നൊക്കെ കാണുമ്പോ വേണേ അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ ഇത് ഒരുപാടല്ലേ, ഒന്നോ രണ്ടെണ്ണോ ഒക്കെ അല്ലേ, അതാ നമ്മള് ഏതാണ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് മരുന്നുകൾ ഉണ്ടാവും. പിന്നെ അത് നമ്മൾ കറക്റ്റ് ഓർഡർ ആക്കിയൊക്കെ അടക്കിയൊക്കെ വെക്കണം. വല്ല കള്ളന്മാരൊക്കെ കയറി എന്നാ വിലയല്ലേ മരുന്നിന്, 4 മരുന്ന് എടുത്തുകൊണ്ട് പോയാലും മതിയല്ല. മോഷണം എന്നുള്ളൂ അതിന് പിൽഫറേജ് എന്ന് പറഞ്ഞ മോഷണം. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ്. ആ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. എന്തൊക്കെ കാരണം കൊണ്ടാണ് നമുക്കൊരു അല്ലെങ്കിൽ ഒരു ഫാർമസി സർവീസ് നേരിടുന്ന പ്രശ്നങ്ങൾ? മോഷണം, പിൽഫറേജ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അതായത് ഡ്രഗ് ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട മരുന്നുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ വിപണിയിൽ നിരോധിച്ച മരുന്നുകൾ, അതാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. പിന്നെ ക്യാരിയിങ് കോസ്റ്റ് വരാം, പിന്നെ ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, അതുവഴി നമുക്ക് നഷ്ടം സംഭവിക്കാം. എക്സ്പയറി ഡ്രഗ്സ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകള്, ഷോർട്ടേജ് കോസ്റ്റ്. പേരുകൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു സെക്ഷനും കൂടി ഉള്ളൂ, റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ഇതും ബൈ ഹാർട്ട് ചെയ്യണ്ട. ഇത് ഓരോ പോയിന്റ്സും വായിക്കുമ്പോൾ നമുക്കറിയാം ഫാർമസി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ എന്താ, അദ്ദേഹം എന്തൊക്കെയാ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഒരു ചീഫ് ഫാർമസിസ്റ്റ് എന്ന പൊസിഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ, റോൾ എന്താന്ന് നോക്കിയേ. റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്: ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഒന്നാമത് എന്താ, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനം, ഡിസിഷനെ നിറവേറ്റുക. ഫുൾഫിൽ ചെയ്യാന്ന് വെച്ചാൽ നിറവേറ്റുക. കണ്ടോ, നമ്മള് ഇപ്പൊ ഡ്രഗ് ലിസ്റ്റിലൊക്കെ ആണെങ്കിൽ ഉൾപ്പെടുത്തേണ്ട മരുന്നുകളൊക്കെ ഏതാണ് നമ്മൾ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ആ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങളെ നിറവേറ്റുന്നത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളെ ഫുൾഫിൽ ചെയ്യുന്നത് ഈ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നിറവേറ്റുക. രണ്ടാമത്തെ നോക്കിയേ, ഡിസ്പെൻസിംഗ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയ. ഡിസ്പെൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിതരണം ചെയ്യുക. മെഡിസിൻസ് വിതരണം ചെയ്യുക. ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽ, എന്താണ് മരുന്നുകള്, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, ഇതെല്ലാം ഓരോ ഏരിയയിലേക്കും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ഏരിയ. ഓരോ സെപ്പറേറ്റ് ഏരിയയിലേക്കും വിതരണം ചെയ്യുക. അത് മരുന്നുകൾ ഒരു സ്ഥലത്ത്, ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് ഒരു സ്ഥലത്ത്, കെമിക്കൽസ് അങ്ങനെയുള്ളത് ഒരു സ്ഥലത്ത്, അങ്ങനെ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ അതാത് ഏരിയകളിലേക്ക് വിതരണം ചെയ്യുക. ഡിസ്പെൻസിങ്.
ആ പോയിന്റ് കണ്ടാലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അടുത്ത നോക്കിയാൽ മെയിൻ്റെനൻസ് ഓഫ് അക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിബയോട്ടിക്സ്. അവിടെ ഉണ്ട് എമർജൻസി ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഫാർമസി ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഓർത്ത് വെക്കാം. മെയിൻ്റെനൻസ് ചെയ്യുക അക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ്. എമർജൻസി ഡ്രഗ്സ് എന്താ? നമുക്ക് എപ്പോഴും സ്റ്റോർ ആയിട്ടുള്ളതാണ് അല്ലെ, എമർജൻസി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ആ എമർജൻസി ഡ്രഗ്സ് ഒരിക്കലും നമുക്ക് ഇല്ലാത്ത ഒരവസ്ഥ പാടില്ല. എപ്പോഴും നമ്മൾ ഫാർമസി 24 hours അതെന്താണ് അവിടെ ഉണ്ടായിരിക്കണം, ഫാർമസിയിൽ വേണം. അതിന്റെ ഒരു ഷോർട്ടേജ് ഒന്നും വരാൻ പാടില്ല അല്ലെ. അതിന്റെ ആ കാര്യങ്ങൾ മെയിൻ്റെനൻസ് ചെയ്യണം, അത് നിലനിർത്തണം. അക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ്. എമർജൻസി ഡ്രഗ്സിന്റെ സ്റ്റോക്ക് ഫാർമസിയിൽ എപ്പോഴും നിലനിർത്തണം. ഇനി അടുത്തതാണ് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. ANTIDOTS. അതായത് അത് പ്രതിരോധം ഇതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മരുന്നുകളും ഏതാണ് എപ്പോഴും ഫാർമസിയിൽ സ്റ്റോക്ക് വേണം. രണ്ട് കാര്യം പറഞ്ഞേക്കുന്നത്, എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. ആന്റിഡോട്ട്സ് എന്ന് പറഞ്ഞാൽ എ മെഡിസിൻ ടേക്കൺ ഓർ ഗിവൺ ടു കൗണ്ടറാക്ട് എ പാർട്ടിക്കുലർ പോയിസൺ. അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക മരുന്നുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രതിരോധ മരുന്ന് പോലെ കേട്ടോ, പ്രതിരോധിക്കാൻ കൊടുക്കുന്ന മരുന്നാണ്. എന്തെങ്കിലും പർട്ടിക്കുലർ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ കൊടുക്കുന്ന മരുന്നുകൾ, ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കൂലേ, അതുപോലെ തന്നെ ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ എമർജൻസി ഡ്രഗ്സിന്റെയും ആന്റിഡോട്ട്സിന്റെയും ആ സ്റ്റോക്ക് മെയിൻ്റെനൻസ് ചെയ്യണം. അതെപ്പോഴും ഫാർമസിയിൽ വേണം. അത് ഇല്ലാത്തൊരവസ്ഥ പാടില്ല. ക്ലിയർ അല്ലേ? പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ ഫാർമസി ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളെല്ലാം തന്നെയാണോ എന്ന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാലോ അല്ലെ. മരുന്നുകളുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഫാർമസി ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഫാർമസി ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളാണെന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ പോയിന്റ്സ് നമുക്ക് ആൻസർ അവിടെ ഉണ്ടല്ലോ, ആൻസർ അവിടെ ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് നിന്നാണെങ്കിൽ ചോദിക്കുക എങ്ങനെയാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്, നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്, അങ്ങനെ ചോദിക്കുള്ളൂ. അപ്പൊ പോയിന്റ്സുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, അത്രയേ ഉള്ളൂ. ഫുള്ള് ബൈക്കാട്ട് ചെയ്യണ്ട. അടുത്ത നോക്കിയേ, ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. ഓക്കെ, നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മൾ പറഞ്ഞല്ലേ, നാർക്കോട്ടിക് ഡ്രഗ്സ് അതിന്റെ വിതരണം. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്തായിരുന്നു? വേദന സംഹാരിയായിട്ട്, പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ, മോർഫിൻ ഒക്കെ പോലെയുള്ള മരുന്നുകളൊക്കെ. അതിന്റെ വിതരണം. ആൻഡ് അക്കൗണ്ടിങ്, അതിന്റെ കണക്കെടുപ്പ്. ഇതും നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാം. മരുന്നുകൾ കാണുമ്പോൾ ഫാർമസി ആയിട്ട് റിലേറ്റ് ചെയ്യാം. അത് ആ ഫാർമസീനെ ചീഫ് ഫാർമസിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വെക്കാം. ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. നാർക്കോട്ടിക് മരുന്നുകളുടെ വിതരണവും അതുപോലെ അതിന്റെ കണക്കെടുപ്പും. ദെൻ ഡെസിഗ്നേഷൻ ഫോർ വേരിയസ് ഫ്ലൂയിഡ്സ്. ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ അതായത് അതെന്താ പറയാ, അതിന്റെ സ്ഥാനം അനുസരിച്ച് വെക്കാൻ. പല ഫ്ലൂയിഡ്സ് നമുക്ക് എന്താണ്, ആന്റിബയോട്ടിക്സ്, പലതരത്തിലുള്ള ട്രിപ്സ്, അങ്ങനെയുള്ള ആ പലതരത്തിലുള്ള ഫ്ലൂയിഡ് ഒക്കെ അതിന്റെ പൊസിഷൻ അനുസരിച്ച് തന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അവിടെ നമ്മൾ അത് റിലേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. പല ഫ്ലൂയിഡ്സുകള്, ട്രിപ്പ്, ആന്റിബയോട്ടിക്സ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫ്ലൂയിഡ്സ് അതിന്റെ സ്ഥാനം അനുസരിച്ച് തന്നെ കീപ്പ് ചെയ്യുക. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ് ഓഫ് യൂസ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മമായി പരിശോധിക്കുക, സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ്, മരുന്നുകൾ സൂക്ഷ്മമായി പരിശോധിക്കുക. എവിടെ? അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. അത് ഉപയോഗിക്കുന്ന പല ഏരിയാസ് ഒക്കെ ഇല്ലേ, അത് ആ മരുന്നുകളെ സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ് ഓഫ് യൂസ്. അടുത്ത നോക്കിയ പ്രിപ്പറേഷൻ ഓഫ് ഇൻഡന്റ്, ഇഷ്യൂസ് ആൻഡ് റിസിപ്റ്റ് വൗച്ചർ. ഇൻഡന്റ് നമ്മൾ പറഞ്ഞില്ലേ, ഇൻഡന്റ് കോപ്പി ഓഫ് കേസ് റെക്കോർഡ്, ഇന്റന്റ്, അതുപോലെ അവിടെയുള്ള പ്രശ്നങ്ങള്, ഇത് അതൊക്കെ ഇഷ്യൂ കാര്യങ്ങള്, റിസിപ്റ്റ് വൗച്ചർ, ഇതൊക്കെ കീപ്പ് ചെയ്യുക. ഇന്റന്റ് പ്രിപ്പയർ ചെയ്യുക, ഇഷ്യൂസ് ആൻഡ് റിസിപ്റ്റ് വൗച്ചർ അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുക. അടുത്തതാണ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് കൺട്രോൾ.
അടുത്ത നോക്കി, മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഫാർമസിയിലെ മരുന്നുകളുടെ ആ സ്റ്റോറില്ലേ, ഇത്രത്തോളം മരുന്നുകൾ സ്റ്റോക്ക് വേണം, അതിന്റെ സ്റ്റോറ് അത് മെയിൻ്റെനൻസ് ചെയ്യുക, പരിപാലിക്കുക. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? വൗച്ചറിന്റെ ഡീറ്റെയിൽ അടങ്ങുന്ന റെക്കോർഡാണ് ലെഡ്ജർ. വൗച്ചറിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു റെക്കോർഡാണ് ലെഡ്ജർ, റെക്കോർഡ്സ്, സ്റ്റോർ, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, മെയിൻ്റെനൻസ് പരിപാലിക്കുക. പിന്നെ അടുത്തത് എന്താണ്? പ്രൊവിഷൻ ഓഫ് ഓൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ. നല്ല ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. പ്രൊവിഷൻ ഓഫ് ഓൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ. അടുത്ത നോക്കിയേ, സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. സൂക്ഷ്മമായി പരിശോധിക്കുക. സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഗുണനിലവാരം, അതിന്റെ നിയന്ത്രണം, അതേ ഗുണനിലവാരം ഉറപ്പുവരുത്തൽ, അത് സൂക്ഷ്മമായി പരിശോധിക്കുക. ക്വാളിറ്റി നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുക, അത് കൺട്രോൾ ചെയ്യുക. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അത് ആ പോയിന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആരാണ് ഈ ഫാർമസിസ്റ്റിന് ടീച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? ആരാ? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നമ്മൾ പഠിച്ചല്ലേ, നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ് അതിന്റെ താഴെയുള്ള ഫാർമസിസ്റ്റുകൾക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണേന്നുള്ളു. അപ്പൊ പൂന്നിട്ട് അവിടെ ചോദിക്കാം. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. ഫസ്റ്റ് പോയിന്റ് ഇതുപോലെ നോട്ട് ചെയ്തോട്ടോ. അവിടെ തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡിസിഷൻ ഫുൾഫില്ല് ചെയ്യുന്നത് ആര്? ഫുൾഫില്ലിംഗ് ഓഫ് ദ ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, അതും നോട്ട് ചെയ്യുക. ചീഫ് ഫാർമസിസ്റ്റ് ആണ്. തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങളെ നിറവേറ്റുന്നത് ചീഫ് ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റിന് ടീച്ചിങ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് ആരാണ്? അത് ചീഫ് ഫാർമസിസ്റ്റ് തന്നെയാണ്. പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട്സ് ഓഫ് ഫാർമസി. ഫാർമസിയുടെ ആനുകാലിക റിപ്പോർട്ടുകൾ, അതിന്റെ ഉപയോഗം. പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. ഫാർമസിയിലേക്ക് വേണ്ട, അതായത് ഓരോ വർഷത്തെ നമുക്ക് ആ പീരിയോഡിക് ആയിട്ടുള്ള അത് ആ മരുന്നുകളുടെ യൂട്ടിലൈസേഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ, അതൊക്കെ നോക്കാം. പിന്നെ അടുത്തത് പേഷ്യൻസ് എഡ്യൂക്കേഷൻ. പേഷ്യൻസിന് കൗൺസിലിംഗ് പോലെ അങ്ങനെ പേഷ്യൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളിൽ വരുന്നത്. ക്ലിയർ അല്ലേ പോയിന്റ്സ്? ഇത് ബൈ ഹാർട്ട് ചെയ്യണ്ട. ഓരോ ഇതും നമ്മൾ ഓരോ ചാപ്റ്ററിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങളത് ഓരോന്നും ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നിങ്ങളോട് റോള് 5 റോള് എഴുതുക അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് ഓൾറെഡി ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മൾ അത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അത്രയും സമയവും കളയണ്ട. പക്ഷെ ആ പോയിന്റ്സ് അവിടെ ഓപ്ഷൻ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കണം. അത്രയും പഠിച്ചാൽ ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ 2 എണ്ണം ഞാൻ സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് അത് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ആ 2 പോയിന്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാൻ പറഞ്ഞത്. ബാക്കിയത് നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി. ഫസ്റ്റത്തേൽ എന്നാ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങളെ ഫുൾഫിൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മരുന്നുകള്, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ് ഇത് സെപ്പറേറ്റ് ഏരിയയിലേക്ക് വിതരണം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻസ് ചെയ്യുക. എമർജൻസി ഡ്രഗ്സ്, ആന്റിഡോട്ട്സ്, അത് നമ്മൾ പ്രതിരോധത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. എന്തെങ്കിലും ഒരു സംഭവത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ആന്റിഡോട്ട്സ്. അതൊക്കെ എപ്പോഴും ഫാർമസിയിൽ സ്റ്റോക്ക് ഉണ്ടാവണം. അത് ആ സ്റ്റോക്ക് മെയിൻറ്റെയിൻസ് ചെയ്യണം. നാർക്കോട്ടിക് ഡ്രഗ്സ് ഡിസ്പെൻസ് ചെയ്യുക. പിന്നെ വേരിയസ് ഫ്ലൂയിഡ്സ് ഡെസിഗ്നേഷൻ, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ തിരിച്ച് അത് ഓരോ ഏരിയകളിൽ കീപ്പ് ചെയ്യുക. പിന്നെ ഡ്രഗ്സ് സൂക്ഷ്മമായി പരിശോധിക്കുക. പിന്നെ ഇന്റന്റ് തയ്യാറാക്കുക. ഇഷ്യൂ ആൻഡ് റിസിപ്റ്റ് വൗച്ചർ തയ്യാറാക്കുക. പിന്നെ ഇൻവെന്ററി, സ്റ്റോക്ക് കൺട്രോള്, പിന്നെ സ്റ്റോർസ്, ലെഡ്ജേഴ്സ്, റെക്കോർഡ്സ്, ഇതെല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഇലക്ട്രിക് സപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോള്. പിന്നെ ഫാർമസിസ്റ്റിനുള്ള ടീച്ചിങ് ട്രെയിനിങ് കൊടുക്കുക. പിന്നെ അതുപോലെ പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി, അത് തയ്യാറാക്കുക. പേഷ്യന്റ് എഡ്യൂക്കേഷൻ, പേഷ്യൻസിന് കൗൺസിലിംഗ് ഒക്കെ പോലെ പേഷ്യൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾസിലും എന്നാണ്. ഓക്കെ,
അപ്പൊ നമ്മുടെ ഫാർമസി എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നേരെ പോകുന്നത് ലാബിലേക്കാണ് കേട്ടോ. ലബോറട്ടറി സർവീസ് ആണ്, ചാപ്റ്റർ 3 ആണ്. മൊഡ്യൂള് 2 ചാപ്റ്റർ 3 ലബോറട്ടറി. ലാബിൽ പോകാത്തവരുണ്ട് ആരെങ്കിലും? ലാബിൽ പോവാറില്ലേ നമ്മള്? എന്തിനാ പോണേ ലാബില്? മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. എന്തിനാ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ? ഓക്കെ, ടെസ്റ്റ് ചെയ്യാൻ, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് രാവിലെ എനിച്ചു ഒരു ചെറിയൊരു അസ്വസ്ഥത നമുക്ക് തോന്നി. അപ്പൊ നമുക്ക് ഇനി ബ്ലഡ് ഹീമോഗ്ലോബിൻ ഒക്കെ വല്ല കുറവാണോ, അതാണ് ഒരു തലകറക്കം. നമ്മൾ നേരെ പോയി ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഡോക്ടർ കാണുമ്പോൾ ഡോക്ടർ പറയും ഒരു കാര്യം ചെയ്യും, ഒന്ന് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടോ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ മെഡിസിൻസ് തരാന്ന് പറയും അല്ലെ. നമ്മൾ വേഗം ബ്ലഡ് കൊണ്ടുപോയി കൊടുത്ത് റിസൾട്ട് ഒക്കെ കിട്ടി ഡോക്ടർ നോക്കി കഴിയുമ്പോഴാണ് ഡോക്ടർ എന്ത് ചെയ്യുന്നത് അല്ലേ, എന്താണ് രോഗം എന്ന് അല്ലെങ്കിൽ എന്താണെന്നുള്ള കറക്റ്റ് ഇത് പറഞ്ഞു തരുന്നത്. നമ്മൾ രാവിലെ എനിക്ക് ഭയങ്കര വയറുവേദന, യൂറിനൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, നമുക്കൊരു യൂറിനറി ഇൻഫെക്ഷൻ ആണോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ നേരെ ചെന്നു ഡോക്ടറെ കാണുന്നു. ഡോക്ടർ എന്ത് പറയും? യൂറിൻ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വാട്ടോ എന്ന് പറയും അല്ലെ, നമുക്ക് എഴുതി തരും. അപ്പൊ നമ്മള് ലാബിൽ നമ്മൾ യൂറിൻ എടുത്ത് ലാബിൽ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ എന്താ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നു കഴിയുമ്പോഴാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നു? ഡോക്ടറിന് നമ്മൾ ആ റിസൾട്ട് കൊണ്ട് കാണിക്കുമ്പോൾ ഡോക്ടർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇന്നതാണ്. അപ്പൊ എന്താ ശരിക്കും ലാബ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? ലബോറട്ടറി സർവീസ് എന്താ ചെയ്യുന്നത്? ഒരു ഇൻവെസ്റ്റിഗേറ്റ് അല്ലെ, ഒരു നമ്മൾ എന്താണ് ഇപ്പൊ നമുക്ക് കറക്റ്റ് രോഗം എന്താണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ചിലപ്പോ നമുക്ക് പുറമേന്ന് നോക്കി അറിയാൻ പറ്റൂല അല്ലെ. ഇപ്പൊ നമ്മുടെ ബ്ലഡിലാണെങ്കിലോ അത് നമുക്ക് എന്താ നമ്മൾ അതൊരു ഷുഗർ അല്ലെ ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, ഷുഗർ ഉണ്ടോ എന്നൊരു സംശയം. നമ്മൾ വെറുതെ ഷുഗർ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മളത് കറക്റ്റ് നമുക്കത് പ്രൂഫ് വേണം അല്ലെ, ഷുഗർ ഉണ്ട്. അത് എന്ത് ചെയ്യണം? നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് തൈറോയിഡ് അല്ലെ, അപ്പൊ കഴുത്ത് ചെറിയൊരു വേദനയുണ്ട്, കഴുത്തൊരു സ്വെല്ല് ചെയ്തിരിക്കുന്നുണ്ട്, അപ്പൊ ഒരു സംശയം തൈറോയിഡ് ആണോ. എങ്ങനെയാ നമ്മൾ അറിയുന്നത്? ഇപ്പൊ ഡോക്ടറിനാണെങ്കിൽ പുറമേ നോക്കി അറിയാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഡോക്ടർ പറയും തൈറോയിഡ് ചെക്ക് ചെയ്തിട്ട് വാ അല്ലെ. തൈറോയിഡിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത് രോഗം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതാണ് ഇപ്പൊ നമ്മള് എക്സ്റേ ഇതൊക്കെ നമ്മൾ റേഡിയോളജി നിങ്ങൾ പഠിച്ചിട്ടില്ലോ? റേഡിയോളജി സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാണ്ട്. അപ്പൊ അതിനകത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഡോക്ടർ എങ്ങനെയാ ഡിസീസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്നത്? ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട്. അല്ലാതെ ഡോക്ടറിന് ഉള്ളിലുള്ളത് അറിയാൻ പറ്റുമോ? വയറുവേദനയാണ്, സ്കാൻ ചെയ്തിട്ട് വരാൻ പറയും. അത് കഴിഞ്ഞ റിസൾട്ട് നോക്കി കഴിയുമ്പോഴാണ് ഡോക്ടർ ആണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്, പുറമേ നോക്കി മനസ്സിലാവില്ല. അതുപോലെ നമുക്ക് എന്താ കറക്റ്റ് രോഗം എന്താന്നൊക്കെ ഒന്ന് ഡയഗ്നോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സർവീസ് ആണ് ശരിക്കും ലബോറട്ടറി എന്ന് പറയുന്നത്. അതൊരു ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ബോഡി ടിഷ്യൂസ് ഒക്കെ അല്ലെ, ബോഡി ഫ്ലൂയിഡ്സ് ബ്ലഡ് ആവാം, യൂറിൻ ആവാം, സ്റ്റൂൾ ആവാം അല്ലെ, അത് യൂറിനെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഡിസീസ് എന്താണെന്ന് കഫം ഒക്കെ ടെസ്റ്റ് ചെയ്യും അല്ലെ, അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ രോഗം എന്താണെന്ന് ഡോക്ടർ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണെന്ന്. അപ്പൊ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ലബോറട്ടറി. കൂടുതൽ ഇനി പറയണ്ട, നമ്മൾ എല്ലാവരും ലാബിൽ പോയിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് ഒരു ടെസ്റ്റ് പോലും ചെയ്യാത്തവരുണ്ടോ? അതൊന്നും ചോദിക്കട്ടെ കേട്ടോ. ലാബില് ഇതുവരെയും ഒരു ടെസ്റ്റ് പോലും ചെയ്യാൻ പോകാത്തവര്, ഇതുവരെ ഒരു ടെസ്റ്റ് ചെയ്യാത്തവരുണ്ടോ? ഉണ്ടാവില്ല അല്ലെ. നമ്മൾ എന്തിനെങ്കിലൊക്കെ ആയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി, ഓക്കെ. ഇനി ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ലബോറട്ടറി സർവീസ്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. എ മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി ഇസ് എ പ്ലേസ് വേർ ദ ടെസ്റ്റ് ആർ ഡൺ ഓൺ ക്ലിനിക്കൽ സ്പെസിമെൻ. നമ്മൾ ക്ലിനിക്കൽ സ്പെസിമെൻസ് ആണ്. യൂറിൻ ബ്ലഡ് ഇതൊക്കെ എന്താ സാമ്പിൾ ആണ് അല്ലെ. നമ്മൾ അല്ലാതെ നമ്മുടെ ശരീരത്തിലോ ഫുള്ള് ബ്ലഡ് കൊടുക്കാണോ? ഒരു സാമ്പിൾ ഓഫ് ബ്ലഡ് അല്ലെ. യൂറിൻ കുറച്ച് അവരൊരു ബോട്ടിൽ വരും, ആ ഒരു ബോട്ടിൽ എടുത്താൽ മതി അല്ലേ. അപ്പൊ അതെന്താ ഒരു ക്ലിനിക്കൽ സ്പെസിമെൻ സാമ്പിളുകൾ പരിശോധിച്ചിട്ടാണ്
to get the information about the health of the patients. പേഷ്യൻസിന്റെ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു വിവരങ്ങൾ തരുക ചെയ്യുന്നത് എന്തിന്റെ സഹായത്തോടു കൂടി? ടു ഹെൽപ്പിംഗ്, എന്തിന് സഹായിക്കുന്നത്? ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ, ട്രീറ്റ്മെന്റിന്, രോഗനിർണയം നടത്താൻ, ഇതിനൊക്കെ സഹായിക്കുന്ന പേഷ്യൻസിന്റെ ഹെൽത്തിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരുന്ന ക്ലിനിക്കൽ സാമ്പിളുകള് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ക്ലിനിക്കൽ ലബോറട്ടറി. അണ്ടർലൈൻ ചെയ്തിട്ടോ, ഡെഫിനിഷൻ ഫുള്ള് പഠിക്കണ്ട. ഡാഷ് ഈസ് എ പ്ലേസ് വെയർ ദ ടെസ്റ്റ് ആർ ഡൺ. അത് കാണുമ്പോൾ തന്നെ അറിയാലോ, ടെസ്റ്റുകൾ നടത്തുന്ന പ്ലേസ് ഏതാണ്? മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി. ഇപ്പൊ വേണമെങ്കിൽ അത് ചോദിക്കാം കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി ഈസ് ഓൾസോ നോൺ ആസ് ക്ലിനിക്കൽ ലബോറട്ടറി. മെഡിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ പ്ലേസ് വെയർ ദ ടെസ്റ്റ് ആർ ഡൺ. അത്ര അണ്ടർലൈൻ ചെയ്യാലോ. ഫുൾ ആയിട്ട് അണ്ടർലൈൻ ചെയ്യണമെന്നൊന്നുമില്ല, അത്രയും നോക്കിയാൽ മതി. അത് കാണുമ്പോൾ തന്നെ അറിയാം ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലമാണ് ലബോറട്ടറി. ഇനി മെഡിക്കൽ ലബോറട്ടറീസ് ഡിഫേഴ്സ് ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി. ഇപ്പൊ നിങ്ങൾ പോയ എല്ലാ ലാബും ഒരുപോലെയാണോ? വലിപ്പത്തിൽ വ്യത്യാസമല്ലേ? ചിലത് വലിയ ലാഭമൊക്കെ ആയിരിക്കും, ചിലപ്പോ കുറച്ചായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കോംപ്ലക്സിറ്റി, സങ്കീർണതയിലൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ആൻഡ് സോ പ്രൊവൈഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് സർവീസസ്. അല്ലെ, എന്താണ് അവിടെ ഇപ്പൊ എല്ലാ ലാബിലും എല്ലാ ടെസ്റ്റുകളും ചിലപ്പോ നടത്തിയെന്ന് വരില്ല അല്ലെ. ചിലപ്പോ നമ്മൾ ചെല്ലുമ്പോ ആ ടെസ്റ്റ് ഇവിടെ ഇല്ല കേട്ടോ എന്ന് പറയും അല്ലെ. അതായത് പല ടെസ്റ്റിംഗ് സർവീസുകളാണ്, പല തരത്തിലുള്ള ടെസ്റ്റിംഗ് സർവീസാണ്. ഇപ്പൊ ചെറിയ ലാബിലാണെങ്കിൽ നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ഒന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ വലിയ ലാബിലൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് അത് ഇത്ര വലുപ്പം മതി അങ്ങനെ ഇല്ല. അതിന്റെ വലുപ്പത്തിലും സങ്കീർണതയിലും അതുപോലെ തന്നെ നമ്മൾ അത് പലതരത്തിലുള്ള ടെസ്റ്റിംഗ് സർവീസുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. Medical laboratory is a part of the laboratory that is equipped with the various biomechanical instruments, equipments, materials, and reagents or chemicals for carrying out different laboratory investigate activities by using biological specimen. ഇനി ഇവരെങ്ങനെയാ? അതായത് വെറുതെ ലാബ് ഒരു ബിൽഡിംഗ് മാത്രം ഉണ്ടാക്കിയിട്ടാ മതിയോ? അതിന് എന്ത് വേണം? ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വേണം അല്ലേ? ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങള്, എക്യുപ്മെന്റ്സ്, അതിനുവേണ്ട മെറ്റീരിയൽസ്, റിയേജൻസ് അല്ലെ. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ സാമ്പിൾ മാത്രം എടുത്താൽ പോരാ, അതിൽ എന്തെങ്കിലും കെമിക്കൽ റിയേജൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കളർ ചേഞ്ച് വരുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് വരുന്നത്? നമുക്ക് ആ കളർ വ്യത്യാസമൊക്കെ വരുമ്പോഴാണ് നമുക്ക് അത് ഒരു രോഗം ഉണ്ടോ, ഇപ്പൊ ഷുഗർ ഒക്കെ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ? അത് നമ്മൾ അത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡയഗ്നോസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അവിടെ. ലബോറട്ടറി, മെഡിക്കൽ ലബോറട്ടറി പാർട്ട് ഓഫ് ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ്. അവിടെ എന്തുണ്ടാവാം? വേരിയസ് എക്യുപ്മെന്റ്സ്, ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകള്, പല മെറ്റീരിയൽസ് ആൻഡ് റിയേജൻസ്. എന്തിനു വേണ്ടിയാ? ഫോർ ക്യാരിയിങ് ഔട്ട് ഡിഫറെന്റ് ലബോറട്ടറി ഇൻവെസ്റ്റിഗേറ്റ് ആക്ടിവിറ്റീസ്. അല്ലെ, ലബോറട്ടറിയിലെ പല ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണമാണ്. നമ്മൾ എന്താ രോഗം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇൻവെസ്റ്റിഗേറ്റ് ആക്ടിവിറ്റീസ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സംഭവങ്ങളൊക്കെ ലാബിലുണ്ട്. ബൈ യൂസിങ്, എന്തുപയോഗിച്ചിട്ടാണ്? സ്പെസിമെൻ, ബയോളജിക്കൽ സ്പെസിമെൻസ്. എന്തൊക്കെ സ്പെസിമെൻസ്? ബ്ലഡ്, സെറം. സെറം എന്ന് പറഞ്ഞാൽ നമ്മള് ക്ലിയർ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. ബ്ലഡിലെ ക്ലിയർ ലിക്വിഡ് പാർട്ട് ആണ് സെറം എന്ന് പറയുന്നത്. SCRUM, സെറം. ബ്ലഡ് സെൽസ്, പ്രോട്ടീന് ഇതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ബ്ലഡ് ബാങ്ക് നിങ്ങൾ പഠിച്ചില്ലേ? ഫസ്റ്റ് മൊഡ്യൂളില് അല്ല, സെക്കൻഡ് മൊഡ്യൂളിലാണ് അല്ലെ ബ്ലഡ് ബാങ്ക് വരുന്നത്. പഠിച്ചു ബ്ലഡ് ബാങ്ക് കഴിഞ്ഞു. സെറം എന്ന് പറഞ്ഞ എന്താണ്? ആ ബ്ലഡിലെ കമ്പോണൻസ്, 4 കമ്പോണൻസ് പഠിച്ചില്ലേ നിങ്ങള്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ അല്ലെ. അപ്പൊ അതുപോലെ ആ ക്ലോട്ടിക് ഫാക്ടർ, പിന്നെ അതുപോലെ തന്നെ ആ ബ്ലഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ക്ലിയർ ലിക്വിഡ് പാർട്ട് ആണ് സെറം എന്ന് പറയുന്നത്. ക്ലിയർ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, സെറം. അത് പിന്നെ പ്ലാസ്മ, പിന്നെ അതുപോലെ തന്നെ യൂറിൻ, സ്റ്റൂൾ എന്ന് പറഞ്ഞ മല. ഓക്കെ, ഇതെല്ലാം
ഇത് ഇങ്ങനെയുള്ള സ്പെസിമെൻസ് അത് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. എന്താണ് രോഗം എന്നൊക്കെ ഉള്ളത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. ഓക്കെ, ഓക്കെ, അടുത്ത് നോക്കിയേ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മെഡിക്കൽ ലബോറട്ടറി. ഒരു മെഡിക്കൽ ലബോറട്ടറിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ? are providing, medical laboratory are providing its customers are physician and patients extract result which share clinical treatment. Clinical ട്രീറ്റ്മെന്റ് പങ്കിടുന്ന, ക്ലിനിക്കൽ ട്രീറ്റ്മെന്റിന് ഷെയർ ചെയ്യുന്ന, കൃത്യമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നു, റിസൾട്ട് കൊടുക്കുന്നു. ആർക്ക്? ഫിസിഷ്യനും പേഷ്യൻസിനും. അതല്ലേ ഒബ്ജക്റ്റീവ്. പ്രൊവൈഡിങ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്, അതിന്റെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നു? എക്സാക്ട് റിസൾട്ട്. കൃത്യമായി അല്ലേ? ആ റിസൾട്ട് കറക്റ്റ് അല്ലേ? ഷുഗർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു, നമ്മളത് നോക്കി, ഷുഗർ ഉണ്ട്, അത് കൃത്യമായിട്ടുള്ളതാണ്. ബ്ലഡില് നമ്മളൊന്ന് ജസ്റ്റ് ഹീമോഗ്ലോബിൻ നോക്കി, അതിന്റെ ആ കൗണ്ട് നമ്മൾ അവിടെ കാണിക്കും അല്ലെ? അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഓരോന്നിന്റെ ഇതൊക്കെ നോക്കുമ്പോഴ് ചിലപ്പോ യൂറിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്സാക്ട് റിസൾട്ട്. അത് നോക്കിക്കഴിഞ്ഞ് പോസിറ്റീവ് ആണെന്ന് കണ്ടാൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. അത് തന്നെയാണ് കറക്റ്റ് റിസൾട്ട് പേഷ്യൻസിന് അതുപോലെ തന്നെ ഫിസിഷ്യനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ആ ഒരു ഒബ്ജക്റ്റീവ്, ലക്ഷ്യം. മെഡിക്കൽ ലബോറട്ടറിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ഇറ്റ്സ് കസ്റ്റമർ എക്സാക്ട് റിസൾട്ട് വിത്ത് ഷെയർ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. കറക്റ്റ് റിസൾട്ട് കൊടുക്കുക. ആർക്കൊക്കെ? പേഷ്യൻസിന്, ഫിസിഷ്യന്. ഡോക്ടറിന് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസ്. ഇപ്പൊ നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഷുഗർ ഉണ്ടോ എന്ന് വെറുതെ വേണമെങ്കിൽ ഒന്ന് നോക്കാം, ഇടയ്ക്ക് ഒന്ന് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാറില്ല നിങ്ങള് അല്ലേ? നമ്മൾ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് തന്നെ പോയി ഒന്ന് കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ പേഷ്യൻസിനും ഫിസിഷ്യനൊക്കെ കറക്റ്റ് റിസൾട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇനി ഫങ്ഷണൽ ഡിവിഷൻ ഓഫ് ലാബ് സർവീസ്, അത് നോക്കി വെക്കാം. 5 പേര് പഠിക്കാം. ഈ ലാബിലെ സർവീസുകളെ നമ്മൾ 5 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. 5 സർവീസാണ് ലാബ് തരുന്നത് മെയിൻ ആയിട്ട്. ഫങ്ഷണൽ ഡിവിഷൻ ഓഫ് ലാബ് സർവീസ്. ഒരു ലാബിൽ നൽകുന്ന സേവനങ്ങള്, ലാബ് സർവീസിലെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 5 ഡിവിഷൻ. 5 തരത്തിലുള്ള സേവനങ്ങളാണ് ലാബ് തരുന്നത്. ഏതൊക്കെയാണെന്ന് ആ പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ഫങ്ഷണൽ ഡിവിഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യണതോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാന്ന് ചോദിക്കാം. ഫസ്റ്റ് ആണ് ക്ലിനിക്കൽ പത്തോളജി. ക്ലിനിക്കൽ പത്തോളജി. രണ്ടാമത്തെ ക്ലിനിക്കൽ മൈക്രോബയോളജി. മൂന്നാമത്തെ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. അടുത്താണ് യൂറിനാലിസിസ്. യൂറിനാലിസിസ് എന്ന് പറഞ്ഞാൽ മൂത്ര പരിശോധനയാണ് കേട്ടോ. ബാക്കി 3ഉം അവിടെ ടേബിളിൽ നിങ്ങൾക്ക് പഠിക്കാണ്ട്. ആ ടേബിളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഈ ടേബിൾ, ഇതൊരു ക്വസ്റ്റ്യൻ ലാബിൽ ചോദിച്ച് കാണാറുണ്ട്. ടേബിള് നിങ്ങൾ പഠിക്കണം. ഷോർട്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി, ഫുൾ ആയിട്ടൊന്നും വേണ്ട. യൂറിനാലിസിസ് എന്ന് പറഞ്ഞാൽ യൂറിൻ ടെസ്റ്റ് ആണ്, മൂത്ര പരിശോധനയാണ്. ബ്ലഡ് ബാങ്ക്. ഓക്കെ, ബ്ലഡ് ബാങ്ക്. അപ്പൊ അങ്ങനെ 5 തരത്തിലുള്ള സർവീസുകളാണ് ലാബ് തരുന്നത്. പേര് പഠിച്ചു വെക്കുക. ക്ലിനിക്കൽ, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ക്ലിയർ അല്ലേ? 5 ഡിവിഷൻ ലാബിന്റെ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഫസ്റ്റത്തെ നോക്കിയേ. ഫസ്റ്റ് ആ ടേബിൾ നോക്കിയേ. 3 ടേബിൾ അവിടെ കൊടുത്തേക്കണം കേട്ടോ. ഫസ്റ്റ് ടേബിൾ നോക്കിയേ. ക്ലിനിക്കൽ പത്തോളജി. ക്ലിനിക്കൽ പത്തോളജി. ക്ലിനിക്കൽ പത്തോളജി എന്ന് പറഞ്ഞാ അത് നമ്മളെന്താ, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട് നമ്മുടെ ടിഷ്യൂസ്, ബ്ലഡ്, യൂറിൻ, സെൽസ്, ഇങ്ങനെ ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കുന്നതാണ് ക്ലിനിക്കൽ പത്തോളജി എന്ന് പറയുന്നത്. ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട്, അത് നമ്മുടെ സെൽസ് ആവാം, ടിഷ്യൂസ് ആവാം, ബ്ലഡ് ആവാം, യൂറിൻ ആവാം, ഇങ്ങനെയുള്ള നമ്മുടെ ശരീരദ്രവങ്ങള്, ടിഷ്യൂസ്, ബ്ലഡ്, അങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്താണ് രോഗം, എന്താണ് എന്നൊക്കെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ക്ലിനിക്കൽ പത്തോളജി. പത്തോളജി എന്താ? സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് പത്തോളജി എന്ന് പറയുന്നത്. അപ്പൊ എന്നിട്ട് നമ്മള് രോഗം എന്താണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഒന്ന് എഴുതി വെച്ചോ, ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ടാണ് കേട്ടോ.
ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ട്, ബോഡി ഫ്ലൂയിഡ്സ് ഏതാ? ശരീരദ്രവങ്ങളാവാം, ടിഷ്യൂസ് ആവാം, ബ്ലഡ് ആവാം, യൂറിൻ ആകാം, അല്ലെ? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? രോഗനിർണയം നടത്തുന്നു, ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നു. അതാണ് ക്ലിനിക്കൽ പത്തോളജി. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് എന്നൊന്ന് എഴുതി വെച്ചാൽ മതി. ബോഡി ഫ്ലൂയിഡ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രോഗം എന്താണെന്നൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ വീണ്ടും സബായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹെമറ്റോളജി ഉണ്ട്, ഹിസ്റ്റോപത്തോളജി ഉണ്ട്, സൈറ്റോളജി ഉണ്ട്, റുട്ടീൻ പത്തോളജി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാന്ന് പറയട്ടെ. ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ക്ലിനിക്കൽ പത്തോളജി? ക്ലിനിക്കൽ പത്തോളജിയുടെ കീഴിൽ വരുന്ന ഏതെല്ലാം? അങ്ങനെ ചോദിക്കാം കേട്ടോ. ഏതാ? ഹെമറ്റോളജി, ഹിസ്റ്റോപത്തോളജി, സൈറ്റോളജി, റുട്ടീൻ പത്തോളജി. ഇത്ര നോക്കി വെക്കാം. റുട്ടീൻ പത്തോളജി അതൊറ്റ ഇതാണ് കേട്ടോ. റുട്ടീൻ പത്തോളജി ഒറ്റ ഇത് തന്നെയാണ്. അതിന് 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണേ. ക്ലിനിക്കൽ പത്തോളജിന്റെ 4 സെക്ഷൻ ഉണ്ട്. ഹെമറ്റോളജി വരുന്നുണ്ട്, ഹിസ്റ്റോപത്തോളജി, സൈറ്റോളജി, റുട്ടീൻ പത്തോളജി. ഫസ്റ്റ് ആണ് ഹെമറ്റോളജി. ഹെമറ്റോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. എന്താ? സ്റ്റഡി ഓഫ് ബ്ലഡ്, അല്ലെ? അപ്പൊ അവിടെ എന്താ പരിശോധിക്കുന്നത്? ഹെമറ്റോളജിയിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് എന്താണ് രോഗം എന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നേരെ എഴുതി വെക്കാം ഹെമറ്റോളജി. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എഴുതിക്കോ ഹെമറ്റോളജി എന്നുള്ളതിന്റെ നേരെ ബ്ലഡ് എന്ന് എഴുതാം കേട്ടോ. അപ്പൊ അവിടെ എന്താ പരിശോധിക്കുന്നത്? ബ്ലഡ് ആണ്. അപ്പൊ ചോദിക്കാം സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഡാഷ്. എന്താ? ഹെമറ്റോളജി. ഓക്കെ, ബ്ലഡ് എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. അവിടെ ഹെമറ്റോളജി എന്ന് കാണുമ്പോൾ ബ്ലഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് ബ്ലഡ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ഓക്കെ അല്ലേ? പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ക്ലിനിക്കൽ പത്തോളജിയിൽ വരുന്നത് ഏതാന്ന് നമ്മളത് പഠിച്ചിരിക്കണം കേട്ടോ. ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ ഹെമറ്റോളജി വരുന്നുണ്ട്. രണ്ടാമത്തെയാണ് ഹിസ്റ്റോപത്തോളജി. ഇവിടെ എന്താണെന്നറിയോ? നമ്മുടെ ടിഷ്യൂസ് ആണ്. ടിഷ്യൂസ്, ശരീരകലകൾ. ടിഷ്യൂസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. അതാണ് ഹിസ്റ്റോപത്തോളജി. അപ്പൊ നേരെ എന്ത് എഴുതും? നമ്മള് ടിഷ്യൂസ് എന്ന് എഴുതാം കേട്ടോ. ടിഷ്യൂസ്, ബോഡി ടിഷ്യൂസ്, ശരീരകലകള് ടിഷ്യൂ ആണ്. നമ്മുടെ ശരീരകലകള് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. ഹിസ്റ്റോപത്തോളജിന്റെ നേരത്തെ എഴുതിയോ? ബോഡി ടിഷ്യൂസ് എന്ന് എഴുതിയോ? ടിഷ്യൂസ് ആണ് ഹിസ്റ്റോപത്തോളജി. അടുത്തതാണ് സൈറ്റോളജി. സൈറ്റോളജി എന്താ? സ്റ്റഡി ഓഫ് സെൽസ് ആണ്. സെല്ലുകളാണ്, കോശങ്ങളാണ്. നമ്മുടെ ശരീരത്തിലുള്ള സെല്ല്, അല്ലേ? ആ കോശങ്ങള് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട്, അല്ലെങ്കിൽ സെൽസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടാണ് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. സൈറ്റോളജിയുടെ നേരെ എഴുതിക്കോ സെൽസ്. CELLS, സെൽസ്. സെൽസ് എന്ന് പറഞ്ഞാൽ കോശങ്ങള്. സെൽസ്, കോശങ്ങൾ. ഓക്കെ, സെൽസ്. ഓക്കെ, ലാസ്റ്റത്തെയാണ് റുട്ടീൻ പത്തോളജി. റുട്ടീൻ പത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് ആണ് കേട്ടോ. ഒരു കൂട്ടം ടെസ്റ്റുകളാണ് റുട്ടീൻ. റുട്ടീൻ അതായത് ഒരു കൂട്ടം ടെസ്റ്റുകള് ആണ് എന്തിനു വേണ്ടി? ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട്. ഇസ് എ സെറ്റ് ഓഫ് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ഹെൽപ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്മെന്റ്. അതാണ് റുട്ടീൻ പത്തോളജി എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ അവിടെ ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. എ സെറ്റ് ഓഫ് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ. A set of test and procedure. A set of test, TEST, test and procedure that help diagnose and treat disease. That help diagnose and treat disease. Just നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി എഴുതിയുള്ളൂ കേട്ടോ, പറഞ്ഞുള്ളൂ. ഒരു കൂട്ടം ടെസ്റ്റുകളും പ്രൊസീജിയറും ആണ്. എന്തിനു വേണ്ടി? രോഗം എന്താണെന്ന് നിർണ്ണയിക്കുന്നതിനും അതുപോലെ തന്നെ
ഡിസീസിന് ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ. എ സെറ്റ് ഓഫ് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ ആണ് റുട്ടീൻ പതോളജി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? ഹെൽപ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസ്. ഹെൽപ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസ്. അപ്പൊ അത്രയും ക്ലിനിക്കൽ പതോളജിയിൽ വരുന്ന. കിട്ടിയോ? ഹെമറ്റോളജി എന്തായിരുന്നു? ബ്ലഡ് ആണ്. സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ് ഹെമറ്റോളജി. അതായത് നമ്മുടെ ബ്ലഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. രണ്ടാമത്തെ പറഞ്ഞതാണ് ഹിസ്റ്റോപതോളജി. അവിടെ എന്താണ് ടെസ്റ്റ് ചെയ്യുന്ന? ടിഷ്യൂസ്, നമ്മുടെ ശരീര കലകളാണ്. ശരീരകലകൾ, ടിഷ്യൂസ് ആണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ബോഡി ടിഷ്യൂസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഡിസീസ് എന്താണെന്നൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നത്. സൈറ്റോളജിയിൽ എന്താണ്? സ്റ്റഡി ഓഫ് സെൽസ് ആണ്. സ്റ്റഡി ഓഫ് സെൽസ്, സെല്ലുകളെ കുറിച്ചുള്ള പഠനം. അപ്പൊ അവിടെ എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? സെല്ല് അല്ലെ? നമ്മുടെ സെല്ല് അല്ലെങ്കിൽ കോശങ്ങള് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. അടുത്തത് എന്താണ്? റുട്ടീൻ പതോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൂട്ടം ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ ആണ്. സെറ്റ് ഓഫ് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ. എന്തിനു വേണ്ടി? ഹെൽപ്പ് ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസ്. ഓക്കെ, സെറ്റ് ഓഫ് ടെസ്റ്റ് പഠിച്ചില്ലേ നമ്മള്? ക്ലിനിക്കൽ പതോളജിയിലെ കീഴിൽ വരുന്ന ഏതൊക്കെയാണുള്ളത്? ഹെമറ്റോളജി, ഹിസ്റ്റോപതോളജി, സൈറ്റോളജി, റുട്ടീൻ പതോളജി. ഓക്കെ, അത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. സ്റ്റഡി ഓഫ് സെൽസ് ഏതാ? സൈറ്റോളജി. സ്റ്റഡി ഓഫ് ബ്ലഡ് ഹെമറ്റോളജി. സ്റ്റഡി ഓഫ് ബോഡി ടിഷ്യൂസ് ഏതാ? ഹിസ്റ്റോപതോളജി. എ സെറ്റ് ഓഫ് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ റുട്ടീൻ പതോളജി. ക്ലിയർ ആണോ എല്ലാവർക്കും? ആ ഫസ്റ്റ് ബോക്സ് ഓക്കെ ആണോ നോക്കിയേ? ഓക്കെ ആണല്ലേ? യെസ്. ഇനി ഓക്കെ ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ സന്തോഷം. എല്ലാവരും ഒന്ന് നിങ്ങൾ കാണാനുള്ള, ഞാൻ ആരൊക്കെയാണ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കണേന്ന് ഞാൻ അറിയാനുള്ള. പക്ഷെ നിങ്ങളത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഫോളോ ചെയ്യേണ്ടത് എനിക്കും അറിയാലോ. ഇവിടെ ഉണ്ടെന്ന് ചിലരൊക്കെ വിചാരിക്കലും ക്ലാസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് വേറെ വഴിയൊക്കെ ആയിരിക്കും, എന്തെങ്കിലും ജോലി തിരക്കൊക്കെ ആയിരിക്കും. മൊഡ്യൂൾ 1 ചാപ്റ്റർ 11. മൊഡ്യൂളില് 1 ചാപ്റ്റർ 11 എടുത്തിട്ടില്ല. ചാപ്റ്റർ 11 ഏതായിരുന്നു നിങ്ങളുടെ? വിലു മിസ് ആണോ? മിസ് എടുക്കും? എടുക്കുന്ന പറയാം. ബാക്കിയെല്ലാം കഴിഞ്ഞില്ല. ICU മിസ് ഇപ്പൊ കയറുമ്പോ എടുക്കുമായിരിക്കും കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ഫുള്ള് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം വരുള്ളൂ, മൊഡ്യൂൾ എക്സാം വരുള്ളൂ. ഫസ്റ്റ് നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞില്ലേ, പോർഷൻസ് എല്ലാവരും കൂടി ഒരു എന്താ പറയാ, ഒരു ടീച്ചർ തന്നെ എന്തായാലും നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ പഠിപ്പിച്ചാൽ തീരില്ല. നമുക്ക് പല ക്ലാസ്സുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സ് കുറച്ച് കുറച്ച് പോർഷൻസ് ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എനിക്ക് തന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ കഴിഞ്ഞതിനെ കൊണ്ട് ഞാൻ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. ചിലപ്പോ ഇനി മിസ്സിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും കേട്ടോ. എന്തായാലും എല്ലാ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ഫുള്ള് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാം വരുള്ളൂ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനെ ഇതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എക്സാം വരുള്ളൂ. എന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ തീർന്നപ്പോ ഞാൻ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കയറിയുന്നുള്ളൂ. ആദ്യം നമ്മൾ എടുത്തത് ഫാർമസി ആണ്, രണ്ടാമത്തെയാണ് ലബോറട്ടറി സർവീസ്. ഓക്കെ ഓക്കെ അല്ലെ? അടുത്തത് നോക്കിയേ, രണ്ടാമത്തെ ബോക്സിൽ എന്താ? 1-2 പറയാം നമുക്ക്. ക്ലിനിക്കൽ മൈക്രോബയോളജി. ക്ലിനിക്കൽ മൈക്രോബയോളജി. അപ്പൊ അവിടെ എന്തായിരിക്കും? മൈക്രോബ്സ് അല്ലെ? സൂക്ഷ്മാണുക്കളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ. നമുക്ക് അതുപോലെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ട് മൈക്രോബ്സിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ. അതാണ് ഇത് ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ വരുന്നത്. മൈക്രോബ്സ് ആണ് കേട്ടോ. മൈക്രോബ്സ്, MICROBES, മൈക്രോബ്സ്. അതിന് പല സെക്ഷനുകളുണ്ട്. ഈ മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രമല്ലല്ലോ,
പല സെക്ഷനുകളുണ്ട്. അതാണ് താഴെ കൊടുത്തേക്കുന്നത്. അപ്പൊ ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇപ്പൊ ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫംഗസ് ആവാം, അല്ലെ, പാരസൈറ്റ്സ് ആവാം, അങ്ങനെ എന്താവാം. അപ്പൊ മൈക്രോബ്സ് മൊത്തത്തിലെ സൂക്ഷ്മാണുക്കളാണ് നമ്മുടെ സാംക്രമിക രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും പിന്നെ ചികിത്സിക്കുന്നതിനും അത് തടയുന്നതിനുമൊക്കെ ആയിട്ട് സൂക്ഷ്മാണുക്കളെ കുറിച്ചുള്ള പഠനം, അതാണ് സ്റ്റഡി ഓഫ് മൈക്രോബ്സ്. അതാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്, ക്ലിനിക്കൽ മൈക്രോബയോളജി. മൈക്രോബ്സിനെ കുറിച്ചുള്ള പഠനമാണ്. എന്തിനാ? നമ്മൾ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ, രോഗം തടയുന്നതിന് വേണ്ടിയിട്ട്, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒക്കെ സൂക്ഷ്മാണുക്കളെ കുറിച്ചുള്ള പഠനമാണ് ഇത് ഈ മൈക്രോബയോളജി എന്ന് പറയുന്നത്. അതിന്റെ കീഴിൽ വരുന്നതാണ് ബാക്ടീരിയോളജി ഉണ്ട്, അറിയാലോ. അപ്പൊ ഏത് മൈക്രോബ്സിനെ കുറിച്ചായിരിക്കും അവിടെ സ്റ്റഡി വന്നത്? ബാക്ടീരിയ, അല്ലെ? ബാക്ടീരിയോളജി ഏതാ? സ്റ്റഡി ഓഫ് ബാക്ടീരിയ. അപ്പൊ അവിടെ ബാക്ടീരിയനെയാണ് കേട്ടോ. ഇസ് ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ. അപ്പൊ നേരെ എന്തെഴുതും നമ്മളവിടെ? ബാക്ടീരിയോളജിയുടെ നേരെ എന്തെന്ന് എഴുതിയാൽ മതി? ബാക്ടീരിയ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എക്സാമിന് എങ്ങനെ ചോദിക്കും? സ്റ്റഡി ഓഫ് ബാക്ടീരിയ ഈസ് കോൾഡ് ഡാഷ്ഡ്. സിമ്പിൾ ആയിട്ട് അതിന്റെ ഓപ്ഷനും കിടക്കും. ബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, നൺ ഓഫ് ദ എബോവ്. ഏത് എഴുതാം നമ്മളപ്പോ? ബാക്ടീരിയോളജി എഴുതാലോ. ഓക്കെ, ബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് ബാക്ടീരിയ എഴുതി വെച്ചോ നേരെ. സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ഇനി രണ്ടാമത്തെയാണ് മൈക്കോബാക്ടീരിയോളജി. മൈക്കോബാക്ടീരിയോളജി ഇത് ബാക്ടീരിയയിലെ ഒരു ഇതായിട്ടുള്ള ബാക്ടീരിയ ജീനസ്, മൈക്കോബാക്ടീരിയം എന്ന് പറഞ്ഞ ജീനസിനെ കുറിച്ചുള്ള പഠനമാണ്. ഇസ് ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ ഓഫ് ദ ജീനസ് മൈക്കോബാക്ടീരിയം. സ്പെല്ലിംഗ് ഞാൻ പറയാം കേട്ടോ. മൈക്കോബാക്ടീരിയ ആണ്, MYCO, മൈക്കോബാക്ടീരിയം, BACTERIUM, മൈക്കോബാക്ടീരിയം. അത് ഏത് ജീനസാ? ബാക്ടീരിയയുടെ ഒരു ജീനസ് ആണ് മൈക്കോബാക്ടീരിയം. മൈക്കോബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അത് ബാക്ടീരിയയുടെ ഒരു ജീനാണ്, ഒരു ജീനസിൽ വരുന്നതാണ്. ബാക്ടീരിയ പല ടൈപ്പ് ഇല്ലേ? അതിലൊരു ടൈപ്പാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ബാക്ടീരിയ പല ടൈപ്പ് ബാക്ടീരിയ ഉണ്ട്. അത് ഒരു വർഗത്തിൽപ്പെട്ട ബാക്ടീരിയയുടെ ഒരു വർഗമാണ് ഏത്? മൈക്കോബാക്ടീരിയ എന്ന് പറയുന്നത്. ആ മൈക്കോബാക്ടീരിയ ആ ജീനസിൽപ്പെട്ട ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോബാക്ടീരിയോളജി എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റഡി ഓഫ് മൈക്കോബാക്ടീരിയം, അതാണ് മൈക്കോബാക്ടീരിയോളജി. ആ പേരിൽ നിന്ന് തന്നെ എഴുതാലോ, അല്ലെ? സ്റ്റഡി ഓഫ് മൈക്കോബാക്ടീരിയം. അപ്പൊ നേരെ എഴുതി വെച്ചോട്ടോ. ടെക്സ്റ്റിൽ എന്താണ്? മൈക്രോ എന്നാണോ ടെക്സ്റ്റിൽ കിടക്കുന്നത്? മൈക്കോയാട്ടോ, മൈക്കോബാക്ടീരിയോളജി ആണ് കേട്ടോ. മൈക്കോ ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഒന്ന് നോക്കിയേ. മൈക്കോബാക്ടീരിയോളജി. അത് രണ്ടും നോക്കാം. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതൊരു ജീനസ് ആണ്, ബാക്ടീരിയയുടെ ഒരു വർഗമാണ്, ഒരു ജീനസ് ആണ് ഇത് മൈക്കോബാക്ടീരിയം എന്ന് പറയുന്നത്. മൈക്കോബാക്ടീരിയം ആ ജീനസിൽ പെട്ട ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനമാണ് ഇത് മൈക്കോബാക്ടീരിയോളജി. അടുത്തതാണ് ഒരെണ്ണം കൂടി പറയുന്ന വൈറോളജി. സിമ്പിൾ അല്ലേ? സ്റ്റഡി ഓഫ് വൈറസസ്, അല്ലെ? വൈറസിനെ കുറിച്ചുള്ള പഠനമാണ്. അവിടെ ബാക്ടീരിയനല്ല, വൈറസുകളാണ്. VIRUS വൈറസസ്. ദ സ്റ്റഡി ഓഫ് വൈറസസ്, വൈറസുകളെ കുറിച്ചുള്ള പഠനം. ഓക്കെ, മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു കേട്ടോ. ക്ലിനിക്കൽ മൈക്രോബയോളജിയില് ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനം ബാക്ടീരിയോളജി. ദ സ്റ്റഡി ഓഫ് ദ ബാക്ടീരിയ, ദ ജീനസ് മൈക്കോബാക്ടീരിയം. മൈക്കോബാക്ടീരിയം എന്ന് പറഞ്ഞ ജീനസിനെ കുറിച്ചുള്ള പഠനം മൈക്കോബാക്ടീരിയോളജി. അടുത്ത് നോക്കിയ വൈറോളജി, സ്റ്റഡി ഓഫ് വൈറസസ്. മൂന്നെണ്ണം കിട്ടിയില്ലേ? ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യൂ കേട്ടോ. താങ്ക് യു.